വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ചാപ്റ്റർ എന്നുള്ളത് റീഡിംഗ് ഓൺ ലൈഫ് ആൻഡ് നാച്ചുറലെ എൻവയറൺമെൻറ്റൽ വാല്യൂസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് എൻവിറോൺമെൻറ്റൽ വാല്യൂസ് എന്ന് ചോദിക്കുന്നുണ്ട്. എൻവിറോൺമെൻറ്റൽ വാല്യൂസ് എന്നുള്ളതിൻ്റെ എയിം എന്നുള്ളത് അറ്റ് ബ്രിങ്ങിങ് അബൌട്ട് എ സെൻസിറ്റിവിറ്റി ഫോർ പ്രിസേർവിങ് നാച്ചർ ആസ് എ വോൾ. നാച്ചുറിനെ പ്രിസേർവ് ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ള എൻവിറോൺമെൻറ്റൽ വാല്യൂസ് എന്നുള്ളത് കൊണ്ടുള്ള ആ ഒരു എയിം എന്നുള്ളത്. ദേ ഡീൽ വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് വാട്ട് ഈസ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, relations to our surroundings and to others species on earth, how we live our lives in fact shape our environment. നേറ്റീവ് സൊസൈറ്റീസ് എങ്ങനെയാണ് നാച്ചുറിനെ വ്യൂ ചെയ്യുന്നത് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്. നേറ്റീവ് സൊസൈറ്റീസ് ഈ ഒരു നാച്ചുറിനെ കൺസേൺ ചെയ്യുന്നുള്ളത് പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ വിശ്വസിക്കുന്നുള്ളത് വണ്ണനൻസ് ഓഫ് ഓൾ ക്രിയേഷൻ. അവർ എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറിൻ്റെ ഡിഫറെൻറ്റ് കോമ്പണൻസിൻ്റെ വാല്യൂവും അതുപോലെ തന്നെ റെസ്പെക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി എൻവിറോൺമെൻറ്റൽ അവെയർനെസ് എന്താണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. എൻവിറോൺമെൻറ്റൽ അവെയർനെസ് എന്നുള്ളത് ഇസ് ദ അവെയർനെസ് ഓഫ് ദ കോൺസിക്വൻസസ് ഓഫ് അൺലിമിറ്റഡ് ആൻഡ് അൺഡിസ്ട്രെയിൻഡ് ആൻറ്റി എൻവിറോൺമെൻറ്റൽ ബിഹേവിയർ. ഇത് ലീഡ് ചെയ്യുന്നുള്ളത് ടു അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഇൻ റിലേഷൻ ടു അവർ സറൗണ്ടിങ്സ് ആൻഡ് ടു അതർ സ്പീഷീസ് ഓൺ എർത്ത്. എന്തുകൊണ്ടാണ് ഹ്യൂമൻസ് നാച്ചുറിനെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്? ഹ്യൂമൻസ് ഹാവ് ആൻ ഇൻബോൺ ഡിസയർ ടു എക്സ്പ്ലോർ നാച്ചർ. വാണ്ടിങ് ടു അൺറാവൽ ഇറ്റ്സ് മിസ്റ്ററീസ് ഈസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ നാച്ചർ. വൺസ് എക്സ്പോസ്ഡ് ടു ദ വണ്ടേഴ്സ് ഓഫ് ദ വൈൽഡർനെസ്, പീപ്പിൾ tend to bond closely to nature. They begin to appreciate its complexity and fragility, and this awakens a new desire to want to protect our natural heritage. മനുഷ്യർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറിനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് എപ്പോഴും അവരുടെ ആ ഒരു ആഗ്രഹമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറായിട്ട് ക്ലോസ് ആയിട്ട് അടുപ്പത്തിലാവുകയും അതുപോലെ തന്നെ നാച്ചുറിനെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ദ കോസസ് ഓഫ് എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ്. എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഡ്യൂ ടു എ ലാക്ക് ഓഫ് അവെയർനെസ് ഓഫ് ദ consequences of unlimited and unrestrained anti-environmental behavior. Enormous numbers of people are throwing away large quantities of non-degradable waste. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങൾ ലാർജ് ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, നോൺ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് ത്രോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാരണമായിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത്, എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ് സംഭവിക്കുന്നുള്ളത്. സം ഓഫ് ദ എൻവിറോൺമെൻറ്റൽ സർവീസസ് മെൻഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. ദിസ് ഇൻക്ലൂഡ് നാച്ചുറൽസ് മെക്കാനിസം ഇൻ ക്ലീനിങ് അപ്പ് എയർ ബൈ റിമൂവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ആഡിങ് ഓക്സിജൻ ബൈ പ്ലാന്റ് ലൈഫ്. ചെടികൾ നടാന്നുള്ളത് കൊണ്ട് ഓക്സിജൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ റീസൈക്ലിംഗ് വാട്ടർ ത്രൂ ദ വാട്ടർ സൈക്കിൾ ഓഫ് നാച്ചർ. അതുപോലെ തന്നെ ക്ലൈമറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വി എഡ്യൂക്കേറ്റ് പീപ്പിൾ ഓൺ എൻവിറോൺമെൻറ്റൽ വാല്യൂസ്, എങ്ങനെയാണ് ജനങ്ങൾക്ക് എൻവിറോൺമെൻറ്റൽ വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ന്യൂ എഡ്യൂക്കേഷണൽ പ്രോസസ് ഷുഡ് ബി ക്രിയേറ്റഡ് ദാറ്റ് പ്രൊവൈഡ് എ മീനിങ് ടു വാട്ട് ഈസ് ടോട്ട് അറ്റ് സ്കൂൾ ആൻഡ് കോളേജ് ലെവൽ. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ന്യൂ എഡ്യൂക്കേഷണൽ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യണം. എന്തിനെന്ന് വെച്ചാൽ ഈ ഒരു എൻവിറോൺമെൻറ്റൽ വാല്യൂസ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രൊവൈഡിങ് സുറ്റബിൾ മീനിങ്സ് ഫോർ ക്വസ്റ്റ്യൻസ് കൺസേണിങ് എൻവിറോൺമെൻറ്റ് ക്യാൻ ഹെൽപ്പ് പീപ്പിൾ മേക്ക് ഡിസിഷൻസ് ആൻഡ് ഡെവലപ്പ് വാല്യൂസ്. മോസ്റ്റ് പീപ്പിൾ ഇൻ സൊസൈറ്റി വിൽ ബിഗിൻ ടു അക്സെപ്റ്റ് സച്ച് വാല്യൂസ് ആസ് എ നോം. Thus, pro-environmental actions begin to move from the domain of individuals to that of a community. ഈ ഒരു എൻവിറോൺമെൻറ്റൽ സെൻറ്റിമെൻറ്റിൻ്റെ ഫണ്ടമെൻ്റൽ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ എൻവിറോൺമെൻറ്റൽ സെൻറ്റിമെൻറ്റ് ഈസ് ടു വാല്യൂ നാച്ചർ ഹെർസെൽഫ്, അപ്രീസിയേറ്റിംഗ് ഹെർ magnificence and treasuring life itself leads to positive feelings that are a manifestation of pro-environmental consciousness. The oneness of our lives with the rest of nature and a feeling that we are only a minuscule part of nature's complex web of life becomes apparent when we begin to appreciate the wonders of nature's diversity. A sensitivity for preserving nature as a whole can be called a fundamental environmental sentiment.
നാച്ചുറിനെ പ്രിസർവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റിനെയാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ എൻവിറോൺമെൻ്റൽ സെൻറ്റിമെൻ്റ് എന്ന് വിളിക്കുന്നുള്ളത്. Give an example of how environmental awareness extends to man-made landscapes. എൻവിറോൺമെൻ്റൽ അവെയർനെസ് എങ്ങനെയാണ് മാൻമെയ്ഡ് ലാൻഡ്സ്കേപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾസ് എഴുതാൻ പറയുന്നുണ്ട്. എൻവിറോൺമെൻ്റൽ അവെയർനെസ് ക്യാൻ ബി സീൻ ഇൻ സം മാൻ മോഡിഫൈഡ് ലാൻഡ്സ്കേപ്പ് സച്ച് എസ് ഇൻ ദ കളേർഡ് പാറ്റേൺസ് ഓഫ് ഫാം ലാൻഡ് ഓർ ദ ഷോണേഴ്സ് ഓഫ് എ ടീ ഓർ കോഫി പ്ലാന്റേഷൻസ് ഇൻ ദ ഹിൽസിൽ പ്ലാന്റ് ചെയ്തിട്ടുള്ള ടീ ഓർ കോഫി അതിൻ്റെ ആ ഒരു ഗ്രീന്. അതുപോലെ തന്നെ അർബൻ ഗാർഡൻസ് ആൻഡ് ഓപ്പൺ സ്പേസസ് ആർ ഓൾസോ വാല്യുബിൾ. ദിസ് ഗ്രീൻ സ്പേസസ് ആക്ട് ആസ് എ നോട്ട് ഓൺലി ദ ലങ്സ് ഓഫ് എ സിറ്റി ബട്ട് ഓൾസോ പ്രൊവൈഡ് മച്ച് നീഡഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് ത്രൂ മെൻ്റൽ പീസ് ആൻഡ് റിലാക്സേഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരു ഗ്രീനറി കാരണമായിട്ട് മനുഷ്യർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സൈക്കോളജിക്കൽ സപ്പോർട്ട്, മെൻ്റൽ പീസിലൂടെയും റിലാക്സേഷനിലൂടെയും സൈക്കോളജിക്കൽ സപ്പോർട്ട് ഹ്യൂമൻസിന് നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീനറിക്കൊക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിസ്റ്റൻസ് വാല്യൂസ് ഡിഫൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഹ്യൂമൻ ബീയിങ്സ് എന്നുള്ളത് അപ്രീസിയേറ്റ് ദ മാഗ്നിഫിക്കൻസ്, സൈസ് ആൻഡ് ഇൻ്റലിജൻസ് ഓഫ് ആനിമൽസ് സച്ച് ആസ് എ ടൈഗർ, എലിഫൻറ്റ്, വൈൽ ആൻഡ് പ്രൈമേറ്റ്സ്, ദ ഗ്രേസ്ഫുൾനെസ് ഓഫ് ബേർഡ്സ് സച്ച് ആസ് ക്രൈൻസ് എക്സെട്ര. നാച്ചുറലുള്ള ആ ഒരു എക്സിസ്റ്റൻസിനെ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് എക്സിസ്റ്റൻസ് വാല്യൂ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ള കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ നോട്ട്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എക്സാമിന് റീഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.